പുറപ്പെട്ടു കഴിഞ്ഞു ശ്വേത. 10 മിനിറ്റ്സിനുള്ളിൽ ഞാൻ പിക്കപ്പ് ചെയ്തോളാം നിന്നെ. ബസന്ത് നഗറിലെ വിളയാട്ട് പിള്ളേർ കോവിലല്ലേ? ഈ വിളയാട്ട് ഗണപതി വെറും തമാശയായിട്ട് കാണരുത്. ഈ വിളയാട്ട് ഗണപതിയുടെ ആശീർവാദം കൊണ്ട് 1998 ബാങ്കോക്കിൽ നടന്ന മത്സരത്തിൽ സമ്മാനം മേടിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഓടി വന്നത്. അതെന്താ ഫ്ലൈറ്റിന് കാശുണ്ടായില്ലേ? നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഒന്നാമനായി വന്ന് ഈ കോച്ചിന്റെ മാനം കാക്കണം ഗുരു. പോയി മറ്റുള്ള ദൈവങ്ങളുടെ അനുഗ്രഹം മേടിച്ച് സ്റ്റാമിന കൂട്ട്. ശരി മാസ്റ്റർ. ചക്കരച്ചോറ് തീരുന്നതിന് മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇതല്ലേ നീ പറഞ്ഞ ഡീസന്റ് ഗേൾസ്? ഇവളുമാരൊന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതല്ലടാ, ചക്കരച്ചോറ് വാങ്ങി നക്കി തിന്നാൻ വേണ്ടി വന്നേക്കണേണ്. കണ്ടില്ലേ അവളുമാര് ഒളിച്ചിരുന്ന് തട്ടണ തട്ട. എല്ലാവർക്കും തരാം. ഉറുമ്പിന് ചോറ് കൊടുക്കാൻ എല്ലാവരും ഉറുമ്പിന് ഉറുമ്പ് കൂടിയല്ലേ ഇടുന്നത്. ഇവളെന്താ വിരുന്ന് കൊടുക്കണത്? സൽക്കർമ്മമാടാ. ചണ്ഡികേശ്വരനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നടക്കും. സ്വാമി ചണ്ഡികേശ്വര, നാളെ നടക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റില് എന്റെ ചേട്ടൻ ശക്തി ജയിക്കണം. ഗുരു തോക്കണം. എന്റെ ചേട്ടൻ ശക്തി ജയിക്കണം. ഗുരു തോക്കണം. ഉറുമ്പിന് ചോറ് കൊടുത്തവള് നിന്റെ പേര് നാറ്റിച്ചല്ലോ. അവൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ആരടിയാ ഗുരു? നിന്റെ ചേട്ടന്റെ കൂടെ ഓടുന്നവരെ കുറിച്ച് അന്വേഷിച്ചു. ആരോ ഒരു ഗുരു, അവനാണ് ടഫ് കോമ്പറ്റീഷൻ എന്നാ പറയുന്നത്. നിന്റെ ചേട്ടൻ ജയിക്കണമെങ്കിൽ ആ ഗുരു തോറ്റേ പറ്റൂ. അതുകൊണ്ടാ അങ്ങനെ പ്രാർത്ഥിച്ചേ. ഇയാൾ എന്തായി കാണിക്കുന്നേ? അറിയില്ല. വഴിപാട് നേർച്ച. എന്ത് നേർച്ച? വലതു കൈ വാനം നോക്കി ഇടതുകാലെടുത്തു വെച്ച് എണ്ണാതെ 8 വട്ടം ഈ കോവിൽ ചുറ്റി വരുന്നോർക്ക് നനച്ചതെല്ലാം നിറവേറിടും ഡും 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 എന്ന് ഊമേടികൾ എന്ന് പേരുള്ളൊരു സിദ്ധൻ ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടും ഇത് തന്നെയാ. നിങ്ങളിവിടെ ഏതോ ഗുരു തോൽക്കണമെന്ന് പ്രാർത്ഥിച്ച് കൈകൊട്ടി ഉറക്കെ നേർച്ച നേരുന്നുണ്ടായിരുന്നില്ലേ? ഫാഷൻ ടെക്നോളജി സ്വാമി. നാം അത് ചോദിച്ചില്ല. ഇങ്ങനെ കാണിക്കണത് എന്താ? നേർച്ചയാ സ്വാമി. ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചാ ആഗ്രഹിച്ചത് നടക്കും. ഏത് ഏപ്പിനായി പറഞ്ഞേ? ഊമയടികൾ സ്വാമി. എന്ത് വഷളത്തരായത്? ഊമകൾ എങ്ങനാ സംസാരിക്കണത്? സ്വാമി, നമുക്ക് ആരോ ഇത് കാര്യമായിട്ട് പണിഞ്ഞതാ. നാവടക്കണ കൊശവ. അങ്ങോട്ട് നോക്കി. അവര് നമ്മളെ പറ്റിക്കായിരുന്നല്ലേ? സംസ്ഥാന തലത്തിലുള്ള കായിക മത്സരങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം സമാരംഭിക്കും. ഈ ചടങ്ങിന്റെ വിശിഷ്ടാതിഥിയും പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ ആനന്ദ് ചെല്ലപ്പന് വേദിയിലേക്ക് സ്വാഗതം. അങ്ങോട്ട് നോക്ക്. ഇവരെയൊക്കെ ആരാ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചേ? ഫോണിങ് തന്നേ. ഹലോ മിസ്റ്റർ ആനന്ദ് ചെല്ലപ്പ. ഈ ചീഫ് ഗസ്റ്റ് ഇങ്ങനെ ബലം പിടിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? ചിരിക്കണം സാർ. ഇത്ര സംസാരിച്ചിട്ടും എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? നിങ്ങൾ എങ്ങനെ എന്റെ അച്ഛനായിട്ട് ജനിച്ചേ? അബി
അച്ഛാ ലെഫ്റ്റിലോട്ട് നോക്കി. അടി. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഭാരത് കോളേജിലെ ഗുരു, ഇവനാടി ആ ഗുരു. ഇവനാ അമ്പലത്തിൽ വെച്ച് നമ്മളോട് നമ്പർ ഇറക്കിയത്. മഹാരാജാസ് കോളേജിലെ ശക്തി. വേണ്ട വിട്. നിന്നെ മത്സരാർത്ഥികൾ തയ്യാറായി കഴിഞ്ഞു. വോട്ട് മത്സരം ആരംഭിക്കാൻ പോകുന്നു. ഇതൊക്കെ എന്നാ മത്സരം? കപ്പെടുത്ത് അവന്റെ കൊടുക്ക്. അവൻ തന്നെ നമ്പർ 1. അവൻ എന്റെ ശിഷ്യനാ. വാ ശിഷ്യ, വാ, 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 വാ. ജയിക്കാനായി ജനിച്ചവൻ. വാ, പറന്നു വാ. ഗുരു, വാ, ഗുരു, come on, come on, ഗുരു, come on. വിജയകിരീടം നേടിയിരിക്കുന്നു. വിജയിച്ച ശക്തിക്ക് നമ്മുടെ വിശിഷ്ടാതിഥി ആനന്ദ് ചെല്ലപ്പൻ മെഡൽ നൽകി ആദരിക്കുന്നതാണ്. വെരി ഗുഡ്. ആഗ്രഹിച്ച പോലെ തന്നെ ജയിച്ചല്ലേ ശക്തി. കീപ് ഇറ്റ് മൈ ബോയ്. വലത് കൈ വാനെന്നോക്കി ഇടത് കാലെടുത്ത് പേര് വെച്ച് പോലെ തന്നെ. നനച്ചതെല്ലാം ശക്തി പോലെ. നിറവേറിടും. ടുടുടും ടും ടുടുടും 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 ടുടുടും ടും ടുടുടും. Yes, stop, stop. കയ്യെടുക്ക് കോച്ച്, അല്ലെങ്കിൽ കോച്ച് കോച്ചി കൊടുക്കും. തള്ളലേടോ കോച്ച്. പ്ലേ ഗ്രൗണ്ട് ആണെന്ന് ഓർത്ത് ചവിട്ടി. മര്യാദയ്ക്ക് അവിടെ ഞാൻ പോയിരിക്കാൻ നോക്ക്. Come fast. വേഗം. ശ്വേത, നിന്റെ ചേട്ടനെ പ്രാർത്ഥിച്ച് ജയിപ്പിച്ചത് ഞാനാ. ട്രീറ്റ് തരണം. തരാം. കവലപ്പെടാതെ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. അലോൺ അലോൺ അലോൺ. ഹലോ. ഡാ ഗുരു, ഓട്ട മത്സരം കഴിഞ്ഞോ? ജയിച്ച ഉടനെ ഒന്ന് ഫോൺ ചെയ്യാൻ പാടില്ലേ? അത് എന്താടാ വലിച്ചു നീട്ടുന്നേ? ചെവി ഞാൻ പൊണ്ണാക്കും കേട്ടോ. ഹലോ, പറയടാ എന്തായാലും. ഗുരുമൂർത്തി, അലോൺ, ഗുരുമൂർത്തി, എടാ എടാ. ഇങ്ങനെ ഒച്ച വെക്കുന്നതിനേക്കാളും നല്ലതേ ആ ഫോൺ അങ്ങ് താഴെ വെച്ചിട്ട് നേരിട്ട് അങ്ങ് സംസാരിക്കേ. അവൻ കേട്ടോളും. എന്നടി തമാശിക്കുക? തീർച്ചയായിട്ടും അവൻ ഫോൺ ചെവിയിൽ വെച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാ പറഞ്ഞേ. ഹലോ. ആ പറയാമ. എന്താ മോനെ, ജയിച്ചല്ലോ അല്ലേ? ഇല്ലമ്മ. എന്താ പറഞ്ഞു ഗുരു? അല്ലമ്മ, ഞാൻ ജയിച്ചിരുന്നെങ്കിൽ എന്താ നടക്കുക? നേരത്തെ കിട്ടിയ 24 മെഡലിന്റെ കൂടെ ഈ ഒരെണ്ണം കൂടി ചേർത്ത് 25 വീട്ടിൽ വെക്കും. ഇന്ന് ഞാൻ ജയിക്കാൻ ശ്രമിക്കാതെ തോറ്റു കൊടുത്തതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടമ്മേ. എന്താ മോനെ നീ പറയുന്നേ? ഇന്ന് മീറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്നലെ കോളേജിലാണ് താമസിച്ചിരുന്നത്. യാദൃശ്ചികമായി ഞാൻ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കോളേജിലെ ശക്തി എന്നൊരുത്തൻ ആ ലേറ്റ് നൈറ്റിലും വളരെ ഹെവി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അവനോട് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോ ഗ്ലൂക്കോസ് കഴിക്കേ. ശക്തി, പ്രാക്ടീസ് ചെയ്ത് മതിയിടാ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. പോയി റെസ്റ്റ് എടുക്ക്. ഓ പറ്റില്ലടാ, പേടിയാ എനിക്ക്. 10 വർഷം, എന്റെ 10 വർഷത്തെ സ്വപ്നമാടാ ഇത്. ഈ മീറ്റിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. എങ്കിലേ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് ജോലി കിട്ടൂ. നിനക്കും അറിയാമല്ലോ, അച്ഛൻ റിട്ടയർഡായില്ലേ. കുടുംബത്തെ ഞാൻ തന്നെ നോക്കണം. അനിയത്തിയുടെ കല്യാണം നടത്തണം. അതിന് ജയിക്കണം എനിക്ക്. നാളെ എനിക്ക് ജയിച്ചേ പറ്റൂ. വേറെ വഴിയില്ലടാ. ടൈമർ ഓൺ ചെയ്യ്. സ്റ്റാർട്ട്. യാ. ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു അവൻ തന്നെ ജയിക്കണമെന്ന്. അമ്മ, ഇക്കാര്യം എൻ്റെ ഫ്രണ്ട്സിനും
കോച്ചിനും ആർക്കും അറിയില്ല കേട്ടോ. അവരെന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്ക. ഞാൻ അമ്മയോടൊന്നും വിളിക്കാറില്ലല്ലോ, അതുകൊണ്ട് അമ്മയോട് മാത്രം പറഞ്ഞു. വലിയ കാര്യം ചെയ്തത് ഗുരു. ആർക്കും സ്നേഹം കൊണ്ടല്ലാതെ വേറെ ഒന്നുകൊണ്ട് നിന്നെ തോപ്പിക്കാൻ പറ്റില്ല. നിന്റെ ഈ നന്മയ്ക്ക് നിനക്ക് നല്ലതേ വരും മോനെ. ഹായ്. ഹായ്. എന്താ ശേഖർ ഇനിയും കാണാത്തെ? എക്സ്ക്യൂസ് എന്താ മീ. ഇത്? Many more happy returns of the day. വാങ്ങിച്ചോളൂ. ഇപ്പോഴും നിന്റെ അച്ഛൻ തഹസിൽദാർ ദിവാകരൻ തന്നെയല്ലേ? അല്ല, ആ തഹസിൽദാർ പ്രൊമോഷനിൽ പ്യൂണായില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അച്ഛനോട് ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കൂ. മച്ചാ ചക്രച്ചോറ്. ആരാടാ ഇത്? നിന്റെ സ്വന്തക്കാരിയാ? ഇതുവരെ ഇല്ല, ഇനി എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. ഹലോ, നിങ്ങളോട് സോറി പറയാനാ വന്നേ. സ്വാമിയുടെ മുമ്പിൽ കൈകൊട്ടി ഞാൻ തോക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്റെ മുമ്പിൽ കൈകൊട്ടി സോറി പറയുന്നു. ഈ പെണ്ണുങ്ങളുടെ മനസ്സ് മനസ്സിലാവുന്നേ ഇല്ലല്ലോ പുരുഷോത്തമ. ദൈവമാണോ? അല്ല, എന്തിനാ ഈ സോറി? നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചതിന്. മുരുക, കോളേജിൽ നമ്മൾ ആദ്യമേ കാലെടുത്ത് വെക്കുമ്പോ എന്താ ചെയ്യാറ്? സിഗരറ്റ് വലിച്ചു. അതല്ലടാ, ഓരോരുത്തരും നിന്ന് സത്യം ചെയ്യില്ലേ? അതെന്താ? ഇന്നു മുതൽ പെണ്ണുങ്ങളുടെ വാക്കേ കേൾക്കൂലെന്ന്. അതുകൊണ്ട് കുടിയന്റെ വാക്ക് പഴയ ചാക്ക് പോലെയാ, പെണ്ണിന്റെ വാക്ക് വെള്ളത്തിലെ വര പോലെയാ. അതുകൊണ്ട് 108 തവണ സോറി എന്ന് കൈപ്പിടലെഴുതാ ഞങ്ങൾ വിശ്വസിക്കാം. അതുകൊണ്ട് എത്ര അതുകൊണ്ടാടാ? എടുക്കടാ വണ്ടി. നിക്ക്. എന്തിനായിരിക്കോ എഴുതി തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ എങ്ങനെയാ? വെയിറ്റ് ചെയ്യ്. ഇതെന്നാടാ പേപ്പർ ഫ്ലാസ്കിനകത്ത് കൊണ്ട് നടക്കുന്നത്? ഇതെന്താ വാൽമീകി രാമായണം ട്രാൻസ്ലേറ്റ് ചെയ്യണം? ഗുരുവേ ശരണം. പേര് അഭിനയ. പഠിപ്പ് BSc ഫാഷൻ ടെക്നോളജി. ഇഷ്ടം ഗുരു ഗുരു ഗുരു. ഇഷ്ടപ്പെട്ട ചിത്രം കമൽ അഭിനയിച്ച ഗുരു. രജനി അഭിനയിച്ചതിൽ ഗുരു ശിഷ്യൻ. ഇഷ്ടപ്പെട്ട സംവിധായകൻ ഗുരുദത്ത്. ഇഷ്ടപ്പെട്ട സ്ഥലം ഗുരുവായൂർ. ഇഷ്ടപ്പെട്ട പക്ഷി കുരുവി. ചുരുക്കത്തിൽ വിട്ടുകൊടുക്കുന്ന മനസ്സുള്ളവനെ കാണുക വളരെ അപൂർവം. അതിലും പ്രത്യേകിച്ച് തനിക്ക് ലഭിക്കേണ്ട ജയവും പ്രശസ്തിയും വിട്ടുകൊടുക്കുന്ന ഒരാളെ കാണുക. അങ്ങനെ ഞാൻ കാണുന്ന ആദ്യത്തെ വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ പേരിൽ മാത്രമല്ല, എല്ലാത്തിലും ഗുരു. ഇങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ എന്തിനാ മാപ്പ് ചോദിക്കുന്നേ? നിങ്ങളെ തന്നെ ചോദിക്കാലോ. ചോദിച്ചോട്ടെ, എന്റേത് മാത്രമായി. Dear students, see, this is an important theory today. ഏയ്, എന്താടാ, എന്തു പറ്റി? ഒന്നുമില്ലടാ. രേണുവില്ലേ? നമ്മുടെ കോളനിയിലെ ടെറസിന്റെ മുകളിൽ നിന്ന് കാല് തെറ്റി താഴെ വീഴുന്ന പോലെ
തോന്നി എനിക്ക്. നീ എന്തായി പറയുന്നത്? ആ സ്ഥലം മുഴുവൻ മഞ്ഞു മൂടിക്കിടന്നിരുന്നു. ചുമ്മാ നിനക്ക് എന്തെങ്കിലും തോന്നിയായിരിക്കും. വാ വാടാ. ഇല്ലടാ. ഹലോ, ആ, 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 ഞാനാ ഗുരുവാ സംസാരിക്കുന്നത്. പറയൂ ഗുരു. ഒന്നുമില്ല, രേണു. അല്ല, പറയ്. കഥ കടച്ചിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം. ഒന്ന് നോക്കി പറയാമോ? പോയി നോക്കട്ടെ. പൂട്ടിയിട്ടുണ്ട് ഗുരു. ആ, താങ്ക്സ്. ആ, ഹലോ. രേണുക ഇല്ലേ? ഇല്ല ഗുരു, അവള് സ്കൂളിൽ നിന്ന് ടൂർ പോയിരിക്കുക. വരാൻ 4 ദിവസം എടുക്കും. ഇറങ്ങിയിട്ട് 1 അവറായി. ഇപ്പൊ താമ്പരം കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ ഗുരു? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ശരി ശരി, ഓക്കെ. എന്താടാ? അവള് ടൂറ് പോയേക്കാടാ. വരാൻ 4 ദിവസം ആവുന്നു. റിലാക്സ്. വാ, നീ വാ. ബൈ ബൈ ബൈ. അമ്മ, എന്താടി? ടൂറ് ക്യാൻസൽ ആയിപ്പോയി. സൗത്ത് സൈഡിലെ ഭയങ്കര മഴയാണെന്ന്. എന്താടി നീ പറയുന്നേ? അവിടെ എല്ലാം വെള്ളം വന്ന് അടുത്ത ആഴ്ച പോവാന്ന് പറഞ്ഞു. ഇതിനാണ് എന്റെ മോള് മൂടോട്ടാവുന്നേ. അമ്മ നിനക്കൊരു സർപ്രൈസ് തരട്ടെ. എന്താ അമ്മ? ഒരു മിനിറ്റ്. ആ, ഹായ്. പോയി കളിച്ചോ. രേണു, ഇങ്ങ് വന്നേ. ഗുരു അങ്കിള് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഡയൽ ചെയ്തു തരാം, സംസാരിച്ചോ. നോട്ട്സ് എഴുതിക്കോ. ഏയ് മുരുകൻ, സെൽ ഫോൺ ഓഫ് ചെയ്യ്. സാറായിരുന്നോ? All students, switch off your mobiles. അങ്കിളുടെ ഫോൺ സ്വിച്ച് ഓഫില്ല. പിന്നെ സംസാരിക്കാം. ശരി അമ്മ. സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. സോറി ഗുരു. രേണു, രേണു, ഗുരു കണ്ടില്ലേ എന്റെ മോള്?
ഏയ് നിക്ക്. ഹലോ മാഡം, സുഖാണോ? ഡ്രസ് ഒന്ന് നനഞ്ഞു. ചേഞ്ച് ചെയ്യുന്നതിന് ഏതെങ്കിലും റൂം? ഷുവർ മാഡം. ഇന്നാ. താങ്ക് യു. താങ്ക് യു. ഹലോ Hello, സർ. sir. നമസ്കാരം sir. നമസ്കാരം. നമസ്കാരം. Everything is fine? Yes, sir. എവിടെ അബി? ഗുരു. അച്ഛാ, നിന്നെ ഇത്തരം ഒരു മോശമായ അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ അബി. എനിക്ക് നിനക്ക് എങ്ങനെ എന്നോട് ചെയ്യാൻ കഴിഞ്ഞു? എന്താ അച്ഛാ? മിണ്ടരുത്. ഇനി ഒരു വാക്ക് നീ എന്നോട് മിണ്ടിയാൽ ഇനിയും സംസാരിച്ചാൽ ഓവറാവും സർ. ഇവിടെ വെച്ച് നിർത്തിക്കോളൂ. ഏയ്, നീ ഞാൻ ആരാണെന്നല്ലേ ചോദിക്കാൻ പോകുന്നത്? നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. കല്യാണോ? ഞങ്ങൾ അങ്ങോട്ട് വന്ന് പറയാനിരുന്നതാ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ എന്താ സാർ ഇവിടെ നടന്നത്? വെള്ളം തെറിച്ച് ഇവളുടെ ഡ്രസ്സ് നനഞ്ഞു. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലാണെങ്കിൽ അതും ഈ നട്ടുച്ചയ്ക്ക് നിങ്ങൾ സ്ഥിരം വന്നു പോകാറുള്ള നിങ്ങളുടെ ഫ്രണ്ടിന്റെ റിസോർട്ടിലേക്ക് ഞങ്ങൾ എന്തിനു വരണം? നാട്ടിലെന്താ വേറെ സ്ഥലമില്ലേ? ആദ്യം അവളോട് മാപ്പ് ചോദിക്കേ. മാപ്പി വയ്ക്കേ? ഈ കാലത്തെ പെൺകുട്ടികൾ ഈ കാലത്തെ പെണ്ണ് ആ കാലത്തെ പെണ്ണ് ഏത് കാലത്തെ പെണ്ണാണെങ്കിലും അവള് തന്നെ വിചാരിക്കണം സാർ. നമുക്കാരെയും പൂട്ടി വെച്ച് രക്ഷിക്കാനൊന്നും പറ്റില്ല. ആദ്യം അവളോട് മാപ്പ് ചോദിക്കൂ സാർ. മാപ്പ് ചോദിക്കൂ സാർ. സ്വന്തം മകളോട് അവളുടെ അച്ഛൻ സോറി പറയണമെന്ന് വാശി പിടിക്കാൻ തക്കവണ്ണമാണ് നീ എൻ്റെ മകളെ ഇഷ്ടപ്പെടുന്നതല്ലേ? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി മിസ്റ്റർ ഗുരു. അബി, സോറി മോളെ. അച്ഛാ, നിന്റെ വീട്ടുകാരുമൊത്ത് പതിവനുസരിച്ച് വന്ന് പെണ്ണി ചോദിക്കാം. താങ്ക്സ് ഗുരു. താങ്ക് യു. എന്റെ അച്ഛനോട് എങ്ങനെ ഇത്രയും ധൈര്യത്തിൽ സംസാരിച്ചത്? ഒന്ന് പോടി. ഈ ലോകത്തിൽ എന്റെ അച്ഛനൊഴികെ വേറെ ആരുടെ അച്ഛനായിരുന്നാലും
എനിക്കൊരു പേടിയില്ല, വേരട്ടി ഒതുക്കില്ല ഞാൻ. ആ? സ്വന്തം അച്ഛനോട് എങ്ങനെ സംസാരിക്കാൻ പോണേ? ഗുരു എങ്ങനെ? വഴിയുണ്ട്. എന്നാ വരട്ടെ സാറേ. എന്താ കൊറിയറിൽ? അതെ ചിറ്റപ്പാ, കൊറിയയിൽ ഒരു സ്വന്തക്കാരനുള്ള കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ. കൊറിയ അല്ലടാ, കൊറിയർ. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. അത്യധികം സ്നേഹമുള്ള അച്ഛനും അമ്മയ്ക്കും 1000 നമസ്കാരങ്ങൾ. നിക്കേ, എന്നോടല്ലായിരുന്നല്ലേ? നിങ്ങൾ ആയുരാരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി വിവിധ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു വാങ്ങിയ പ്രസാദങ്ങൾ. അങ്ങനെ നല്ല പിള്ളേര്. ഇതാ ഇതെല്ലാം ഒരിടത്തുനിന്ന് വാങ്ങിച്ച പോലെ ഉണ്ടല്ലോ. അതെയോ? അതേന്നെ. കൂടാതെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. എന്തോന്ന്? നിങ്ങളുടെ ഭാവി മരുമകളെ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്താടി ഇത്? പ്രസാദത്തിന്റെ പുറകെ ഒരു ബോംബും കൂടെ. അവളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആശീർവാദം വാങ്ങാൻ ആശയോടെ കാത്തിരിക്കുകയാണ് ഞാൻ. എവിടെ നിന്ന് കിട്ടിയിട്ട് നിനക്കവനെ? കൊള്ളാവല്ലോ. ഇതൊക്കെ എന്റെ കുറ്റം കൊണ്ടാണെന്നാ പറഞ്ഞു വരുന്നേ. ശരി ശരി. എന്ന് ആദരവോടെ, അഭ്യർത്ഥനയോടെ, സ്നേഹത്തോടെ, മര്യാദയോടെ, ആരാധനയോടെ, സംസ്കാരത്തോടെ. മതി നിർത്ത്. നേരത്തെ തന്നെ അവൻ നന്നായിട്ട് ഓടുന്നവനാ. അതിനു പുറകെ ഈ ഓട് ഓട് ഓടുന്ന് എന്തിനാ? ലവ് ചെയ്യുകയാണോ? ലവ് അവൻ പഠിച്ചിട്ട് ഇനി ഒന്നും വേണ്ട. നിങ്ങൾ പോയിട്ട് അവനെ കൈയോടെ കൂട്ടിക്കൊണ്ട് വാ. അതല്ലേ ഫോൺ ചെയ്യുന്നു. രണ്ടിലൊന്ന് തീരുമാനിക്കും ചിറ്റപ്പാ. ഈ അരിവാളെല്ലാം എന്തിനാടാ? അതെ ചിറ്റ, ഞങ്ങളൊക്കെ അറിവ് കൊണ്ട് ജയിക്കണ ആൾക്കാരാ. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി കരുതിയതാ. ആരായിരിക്കും ഇത്? ഹലോ എടാ, ഞാൻ ഒരു യുദ്ധത്തിന് പോവാ. തിരിച്ചു വന്നിട്ട് കലയുണ്ടെങ്കിൽ വിളിക്കാം. എന്താ? സുനാമി വരുന്നു. എവിടെടാ ചെല്ലപ്പൻ? ചെല്ലപ്പ എവിടെയാണോ നീ? ചോദിച്ചു കേട്ടില്ലേ? ഇയാളുടെ മുതലാളിയോട് വരാൻ പറ. ആരോടാ നീ സംസാരിക്കുന്നത് നിനക്കറിയോ? ഒരുമാതിരി ചിമ്പാൻസിക്ക് കളർ ഷർട്ട് ഇട്ട പോലെ. അപ്പൊ സർവന്റ് ആയിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു നമ്മൾ ബന്ധുക്കാരായ സ്ഥിതിക്ക്. ആരാണോ ബന്ധുക്കാര്? കറക്റ്റ്. പഠിക്കാൻ വന്ന എന്റെ പയ്യനെ പോക്കറ്റിലാക്കിയിട്ട് ബന്ധുക്കാരനാണെന്ന്. ഇല്ല ഇല്ല. എവിടെയാ എന്റെ പയ്യൻ? ഇറക്കി വിടണം ഞങ്ങളുടെ പയ്യനെ. ഗുരുമൂർത്തി എന്തു കാണണേ? എന്റെ മോളാ. റൗഡികളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഗുണ്ടായിസം കാണിക്കുന്നോ? തണ്ണി അടിച്ചു വന്ന് തകരാറ് കാണിക്കുക. ഒന്ന് മിണ്ടാതിരിക്കച്ചാ. ആരെ ഇവിടെ വെള്ളം അടിച്ചിട്ട് വന്നെന്ന് പറഞ്ഞു? നിങ്ങളോട് തന്നെയാ പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ കുടിച്ചിട്ടുണ്ട്. അവനെ ആദ്യം പിടിച്ച് പുറത്താക്ക്. അത് കഴിഞ്ഞ് മതി സംസാരം. നമ്മുടെ കൂട്ടത്തിൽ ആരാടാ വെള്ളം അടിച്ചിട്ട് വന്നേ? വെള്ളം അടിച്ചവനെ എടുത്ത് പുറത്തിടാ. എന്നോടാ കളി? എന്താ എന്താ കിളിക്കുന്നേ? പുറകോട്ട് നോക്ക്. അത് പിന്നെ നിങ്ങൾ ബസ്സിലൊന്ന് മയങ്ങിപ്പോയപ്പോ ഇവന്മാരൊക്കെ ഓരോ പൈൻ്റെ അടുത്ത് വെള്ളം ചേർക്കാണ്ട് അടിച്ചിട്ടപ്പാ. നാണം കിടത്തില്ലടാ. അത് നേരത്തെ പോയതല്ലേ. നിങ്ങളുടെ ഗുരു എന്നോട് നുണ പറഞ്ഞു. നിങ്ങൾ നല്ലവനാണ്, നട്ടല്ലുള്ളവനാണ്, സംസ്കാരമുള്ളവനാണെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് കുടിയന്മാരുടെ സംഘത്തിന്റെ നേതാവാണെന്ന്. സബാഷ്, കലക്കേടി മോളെ. അച്ഛാ, എനിക്ക് ഇങ്ങനെ മകനെ വേണ്ടച്ചാ. വേറൊരു നല്ലവരനെ നോക്ക്. എന്റെ മോൻ ആരാന്നറിയാവോ? നിന്ന രാജാവ്, നടന്ന ചക്രവർത്തി, ഒന്നിരുന്നാൽ ഉദയസൂര്യൻ, കണ്ണുവെച്ചാൽ കനൽക്കട്ട.
അവനെ പോലെ ഒരു സുന്ദരനെ ഭർത്താവായി കിട്ടാൻ എത്ര പെണ്ണുങ്ങൾ താപസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാവോ നിനക്ക്? ഹിമാലയത്തിൽ പോയി നോക്ക്. അവനേക്കാൾ മിടുക്കൻ ഒരുത്തനെ കിട്ടുവോ നിനക്ക്? അതെ. ഏയ് ചുമ്മാ ഇരിടാ. ഹോ, ഇത്ര പുകഴ്ത്തുന്നല്ലോ നിങ്ങളുടെ മകനെ. കേക്കാൻ കൊള്ളാം. എന്നാ അയാളെ കൊണ്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കൊള്ളില്ലല്ലോ. ആരാ പറഞ്ഞത് പറ്റിയല്ലോ? അവനെടുക്കുന്ന ഓരോ തീരുമാനവും കൃത്യമായിരിക്കും, സത്യമായിരിക്കും, ഉറപ്പുള്ളതായിരിക്കും. ഇല്ലെങ്കിലോ? ആണെങ്കിലോ? ഇല്ലെങ്കിലോ? ആണെങ്കിലോ? അപ്പോ എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ മകനെടുത്ത തീരുമാനവും ശരിയായിരിക്കണമല്ലോ. അതെ. മൂഞ്ചി. ഹാവൂ. അപ്പം ഞങ്ങളെ ആശീർവദിക്ക്. എന്ന് വെച്ചാ എന്നെയും സ്വന്തം മകനെയും. എവിടെയാ അവൻ? ഇവളുടെ പുറകിൽ ഉണ്ടായിരുന്നല്ലേ? നിന്റെ അഭിനയം സമ്മതിക്കണോടാ മോനെ. ജോഡി നല്ല ചേർച്ചയൊക്കെ ഉണ്ട്. വേലയിലിരുന്ന പാമ്പിനെടുത്ത് വേലായത്തിൽ വെക്കുമല്ലായിരുന്നോ? ഇനി എന്തുട്ടാ ആലോചിക്കുന്നതും? ആശീർവാദം ചെയ്ത് ഹണിമൂൺ അയക്കാനുള്ള പരിപാടി നോക്കാനേ. നിനക്ക് പറ്റിയ പെണ്ണെ തന്നെ കണ്ടുപിടിച്ച നീ. എഴുന്നേറ്റോ എഴുന്നേറ്റോ. റിലീസ്. ബെൽറ്റ് റിലീസ് ചെയ്യാൻ. ഗുരു. ഗുരു. എന്താ സാറേ? അടുത്ത ഗ്രാമത്തിൽ സമരം നടക്കുന്നുണ്ട്. അതിലെ വണ്ടി പോകത്തില്ല. ഞങ്ങക്ക് ട്രിച്ചിക്ക് പോണം. വേറെ വഴിയുണ്ടോ? നേരെ പുറകോട്ട് പോയി ലെഫ്റ്റ് എടുത്ത് ബൈപ്പാസിൽ കയറും. അവിടുന്ന് അങ്ങോട്ട് സുഖമായിട്ട് യാത്ര ചെയ്യും. പുറകോട്ടറാ. പൊറോട്ട. നിർത്ത്. പാവങ്ങള് വണ്ടി കേടായെന്ന് തോന്നുന്നു. എന്താ മോളെ? സർ, കാർ റിപ്പയർ ആയി. അത്യാവശ്യം എനിക്ക് തുറയൂര് വരെ പോണം. വാ അകത്ത് കയറിക്കോ. അതിനിപ്പോ എന്താ? കാർ എടുത്തോണ്ട് വരില്ലേ? ഞങ്ങള് ആ വഴിക്കാ. ഇരിക്കും മോളെ. താങ്ക് യു സർ. ഇതിലെ വണ്ടി പോലും സാർ. സർ, ഈ വഴി പിങ്ക് കളറിൽ ഒരു പ്രൈവറ്റ് ബസ് വന്നിരുന്നോ? അറിയില്ല. വരുന്ന ബസ് ലോറിയെല്ലാം തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക.
അയ്യോ എന്റെ കുഞ്ഞ്. ദൈവത്തെ പോലെ വന്ന് നീ ഞങ്ങളെ രക്ഷിച്ചല്ലോടാ. നിനക്കെന്തെങ്കിലും പറ്റിയോ മോനെ? ഇത് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമേ അല്ല. ഇതൊരു മനോരോഗമോ ശാരീരിക പ്രശ്നമോ ഒന്നുമല്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു എക്സ്ട്രാ പവറാണ്. ESP എന്ന് പറയും, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. ഇപ്പോ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും തേടി പോകുമ്പോൾ അവര് നമ്മളെ തേടി വരുന്നത് പോലെ. ഇപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും വിചാരിക്കുമ്പോൾ അവര് നമ്മളെ ഫോണിൽ വിളിക്കുന്നു. ഇതുപോലുള്ളൊരു മാനസികാവസ്ഥയേക്കാൾ കുറെ കൂടി ഉന്നതമായിട്ടുള്ള മാനസികാവസ്ഥ. യു റിലാക്സ്. പറ്റില്ല ഡോക്ടർ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഇന്ന് വൈകുന്നേരം നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മകനോ മകൾക്കോ ഏതെങ്കിലും ഒരു ആക്സിഡന്റിൽ പരിക്കേറ്റ് ബാൻഡേജ് ചെയ്ത അവസ്ഥയിലാണുള്ളതെങ്കിൽ പെട്ടെന്ന് നമ്മൾ പരിഭ്രമിച്ച് എന്താണ് കാര്യം എന്ന് അവരോട് അന്വേഷിച്ച് പിന്നെ റിലാക്സായി നമുക്ക് ഉറങ്ങാൻ കഴിയും. എന്നാൽ ആ ആക്സിഡന്റ് അടുത്ത ദിവസം അവർക്ക് നടക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാൽ എങ്ങനെയാ ഡോക്ടർ നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയുക? ഓരോരുത്തർക്കും അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാനായിരിക്കും ഡോക്ടർ ആകാംക്ഷ കൂടുതൽ. പക്ഷെ അതറിയാത്ത സസ്പെൻസിലാണ് ജീവിതത്തിന്റെ അർത്ഥമുള്ളത് ഡോക്ടർ. എന്നാലും നിങ്ങളെ സംബന്ധിച്ചുള്ള ഈ കാര്യം തീർച്ചയായും നടന്നിരിക്കും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് തോന്നുന്ന കാര്യമെന്തോ അത് നടന്നിരിക്കും. അത് ചിലപ്പോൾ ഒരു മണിക്കൂറിനുള്ളിലാവാം, ഒരു ദിവസത്തിനുള്ളിലാവാം, ഇല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലുമാവാം. പക്ഷേ തീർച്ചയായും നടന്നിരിക്കും. എന്തൊരു പണിയാ നിങ്ങൾ കാണിച്ചത്? മകനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവന് പെണ്ണ് കണ്ടിട്ടാ നിങ്ങൾ വന്നിരിക്കുന്നേ? വേണ്ട. ഹലോ. ആ അമ്മേ, ഞാനാ. നമസ്കാരം സർ. എന്റെ പേര് മുത്തുലക്ഷ്മി. വലിയ പഠിപ്പൊന്നും അവകാശപ്പെടാനില്ല. ഗ്രാമത്തിൽ നിന്ന് വന്നതാ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് പറയാനാ? നീ പെണ്ണ് കണ്ട് തീരുമാനിച്ചു. നിന്റെ അച്ഛൻ വാക്ക് കൊടുത്തുറപ്പിച്ചു. എന്നോട് ഒന്നും മറക്കില്ലെന്ന് നീ പറയാറില്ലേ? വെറുതെ അല്ലേടാ. ഞാനൊരു മണ്ടി. ഒറ്റ മകനെ പിറന്നുള്ളല്ലോ എനിക്ക്. ഒരു നല്ല പെണ്ണിനെ, ഒരു നല്ല കുടുംബത്തിലെ പെണ്ണിനെ കണ്ടുപിടിച്ച് അവളെ താലി കെട്ടിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. എല്ലാം ഏതോ ഒരു പെണ്ണിനെ കണ്ട് തീരുമാനിച്ചില്ലേ? അല്ല അമ്മേ, അമ്മയുടെ സങ്കല്പം പോലെ തന്നെ അവള് ഒരു നല്ല കുട്ടി. അവള് എടാ പോടാ. താലി കെട്ടിയ ഭർത്താവും പ്രസവിച്ച മകനും എന്നെ മാനിക്കാറില്ല. എവിടുന്നോ വരുന്നവള്. അവളാണോ എന്നെ മതിക്കാൻ പോകുന്നത്? അമ്മേ, അമ്മേ. ഏയ്, ഡോണ്ട് ഫീൽ ബാഡ്. നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വണക്കം ബ്രദർ. നമസ്കാരം ബ്രദർ. നമസ്തേ ബ്രദർ. ആ സെയിം ടീം. നീയും തൊട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അതങ്ങോട്ട് കൊടുക്കാനേ. എല്ലാരും ക്ഷീണിച്ച് വന്നേക്കണല്ലേ. ഓരോ കോള പിടിച്ചോ. ഡ്രസ് കലക്കിയടാ. ചേട്ടാ, ആ സംശയം ഒന്ന് ചോദിച്ചെന്നേ. അതെ അതെ, ഞാൻ മറന്നുപോയി. നീ എന്തായാലും ഓർമ്മിപ്പിച്ചല്ലോ. അതെ, ഈ മോഹൻലാലും സിദ്ദീഖ് ലാലും ചേട്ടനോനിയനല്ലേ? അല്ല, നമുക്ക് ആദ്യം വീട്ടിലേക്ക് പോകാം, എന്നിട്ട് സംസാരിക്കാം. നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്നേ. അമ്മ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക. നമ്മൾ മുരുകേശന്റെ വീട്ടിൽ താമസിക്കാൻ പോണേ. ഇനിയും ദേഷ്യത്തിലാണോ?
അതേ മോളെ, അമ്മ നിന്നെ ഈ ഡ്രസ്സിലെങ്ങാനും കണ്ടാണ്ടല്ലോ ബോധം കെട്ടുപോവും. മാറ്റിയേക്കാം. ഹരോ ഇത് കൊള്ളാലോ. ചുമന്ന സാരിയെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ അശ്വതീനം ഭരണീരം പോലെ ഉണ്ടല്ലോ. അബി, ആ വരുന്നതിൽ ഉയരം കൂടി മുമ്പിൽ നടന്നു വരുന്നില്ലേ? ഹരോഹര അതാണ് എന്റെ അമ്മ. ഹരോഹര ഏയ്, ഛു. ഹരോഹര ഏയ്, അമ്മയുടെ ആന്റി വിളിച്ച് ബിഹേവ് ചെയ്യാതെ ഞാൻ പറഞ്ഞ രീതി ഫോളോ ചെയ്യ്. പോലെ ഫോളോ മീ. ഹരോഹര അബി, പോ പോ. ഓൾ ദി ബെസ്റ്റ്. ഹരോഹര ഹരോഹര. എന്താ ചേട്ടാ? നിന്റെ അനിയത്തി വീട്ടിൽ തണിച്ചാണെന്ന് അറിയാലോ. പാട്ടുറാവേ. ആ തിരിതീർക്ക്. ആദ്യം അതവിടെ വെക്കാൻ പറ. വെക്കേ. ഇതാരാ? ബന്ധത്തിൽപ്പെട്ടതാ? നോക്കടാ, വെക്കടാ. അതെ, ഇവരുടെ പ്രശ്നം എന്താ? ദേ നോക്ക്, എനിക്കും എന്റെ അമ്മയ്ക്കും 1000 കാര്യങ്ങൾ കാണും, ഇല്ലെങ്കിൽ 500 കാണും. നീ ആരാ ചോദിക്കാൻ? അല്ലേ അമ്മേ? ഇല്ല, ഞാനാ പറഞ്ഞത് വെക്കാൻ. അമ്മേ, എന്താടാ വിളിച്ചു പഠിക്കാ? പാട്ട് വെക്കടാ. ആശാനെ, നീ എത്രയൊക്കെ നമ്പർ കാണിച്ചാലും ഏതോ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. മാറ് മാറ് മാറ്. അമ്മ, മമ്മി, വിക്രം. മത്. എടാ ഗോപി. അമ്മ, അടിക്കണവനെ. ദ്രോഹി. അവൻ ഗോപിയല്ല വച്ചു, കാലുവാരണ പാപിയാണ്. തിറ്റേ, പ്രസാദം കൊടുക്കാനുള്ള പാത്രം ഇത്. സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ കൊടുക്കാറുന്നു. തന്നെ എന്തിനാ ഇത്? എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നവർക്ക് നമ്മുടെ വകയായിട്ട് പുളിച്ചോറും പൊങ്കലും കൊടുക്കാറുണ്ട്. അതിനു വേണ്ടിയത്. ഇതില് പ്രസാദം കൊടുക്കാനോ? അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. എന്താ പ്രയോജനമില്ലാത്ത? അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നവരാരാ? വീട്ടിൽ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് വരുന്നവരല്ലേ? ആ, അതെ 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 അതെ. അവർക്ക് ഇതിൽ പ്രസാദം കൊടുക്കുന്നതിന് പകരം ഈ നല്ല ദിവസം നല്ല ആഹാരം കഴിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നവർ എത്രയോ പേരുണ്ട്. അവരെ വിളിച്ചു വരുത്തി ആഹാരം കൊടുത്താൽ വയറ് നിറയെ കഴിച്ച് മനസ്സ് നിറഞ്ഞ് ആശീർവദിക്കും. ഇത്രയും നാളായിട്ട് എനിക്ക് ഇങ്ങനൊന്നും തോന്നിയില്ലല്ലോ. നല്ല കാര്യമാ. ഇന്നാ മുരുക, നമുക്കുള്ള കാരിയർ മാറ്റി വെച്ചിട്ടില്ലേ? നിന്റെ വാതന്നെ ഒരു കാര്യറാണല്ലോ, കേറ്റിക്കോ. ഇച്ചിരി സാമ്പാറും കൊണ്ടുപോടാ. വരാന്നേ, വെറുതെ കിടന്ന് വെച്ചുണ്ടായിക്കൊണ്ടിരിക്കോ. സോറി സോറി സോറി. പ്രോഗ്രാം വളരെ നന്നായിരുന്നു ചിറ്റേ. പക്ഷെ എനിക്കൊരു മനപ്രയാസം. എന്താടാ? ഒരു സിനിമാറ്റിക് ഡാൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഒരു ആത്മകഥം പറഞ്ഞാണ്. നമസ്കാരം. ഇതുപോലെ നല്ലൊരു ആഹാരം ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ല. വയറ് മാത്രല്ല, മനസ്സ് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അനന്തര തലമുറ സുഹൃതം ചെയ്തവരാ. വരട്ടെ. നിക്ക്. എന്തമ്മേ? ഏയ് കൊച്ചേ, ഇങ്ങ് വാ.
ഈ വിരുന്നിന്റെ നന്ദി മുഴുവൻ ഈ പെണ്ണിനുള്ളതാ. മോക്ക് നല്ലത് വരും. മനുഷ്യൻ എത്ര സ്വത്തും പണവും തന്നെ കൊടുത്താലും മതിയെന്ന് ആരും പറയില്ല. മതിയെന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ഭക്ഷണം. വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുന്നത് വലിയൊരു പുണ്യമാണ്, അല്ലേ അമ്മേ? ഈ തത്വമൊക്കെ ആർക്കാടാ? ചോദിക്കണ കേട്ടില്ലേ? പറയാൻ പോവല്ലേ. മറ്റുള്ളവർക്കെല്ലാം പുണ്യം കൊടുത്തിട്ട് സ്വന്തം മകന് പാപം ചെയ്യുന്നത് ന്യായമാണോ എന്ന് ചോദിക്കാനാ ഈ തത്വം. ഡാ നീ മിണ്ടരുത്. കേട്ടതിന് ശേഷം ആർക്കും പറയാം. ദേ നോക്ക്, ഈ പെണ്ണ് ഏതാന്ന് എനിക്കറിയില്ല. എന്നാലും എത്ര ബുദ്ധിശാലിയാ, എന്ത് സുന്ദരിയാ. ഇതുപോലൊരു പെണ്ണിനെയാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് നീ പറഞ്ഞിരുന്നേ കൂടെ ഞാൻ സമ്മതിച്ചേനെ. എന്നിട്ട് എവിടെയോ കിടന്നൊരു പെണ്ണിനെ നീ ലവ് ചെയ്യാന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കണോ? ചിറ്റമ്മേ, ആ പെണ്ണ് തന്നെയാണ് ഈ പെണ്ണ്. എന്തോന്നാ? ഈ പെണ്ണ് തന്നെയാണ് ആ പെണ്ണ്. രണ്ട് പെണ്ണും ഒന്നാണ്. എന്റെ അമ്മ. ഇന്ന് എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമാണ്. എന്റെ എന്റെ മരുമോളെ പൊന്നുപോലെ നോക്കോളേ. ഇന്നെന്റെ മകളുടെ ഉഡ്ബിയെ, എന്റെ മരുമകനെ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അവനിപ്പോ ഇങ്ങോട്ട് വരും കേട്ടോ. പ്ലീസ് വെയിറ്റ്. പറ, എവിടെയുള്ളത് നീ? അമ്പത്തൂരില്. അമ്പത്തൂരിലോ? അച്ഛനും അച്ഛന്റെ ഫ്രണ്ട്സും ഇവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. എത്ര പ്രധാനപ്പെട്ട കാര്യം ഇത്. എനിക്ക് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എനിക്ക് ഫ്രണ്ടിന്റെ കൂടെ ഒരു സ്ഥലം വരെ പോണം. ഗുരു, ഗുരു. അമ്പത്തൂരിലെ ഫ്രണ്ടിന്റെ വീട്ടിലാണെന്ന് എന്തിനാ നുണ പറഞ്ഞേ? പറയൂ ഗുരു, എന്തിനാ നുണ പറഞ്ഞേ? ചോദിക്കുന്ന കേട്ടില്ലേ? എന്തിനാ നുണ പറഞ്ഞേ? വരാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ നിന്നോട് നുണ പറഞ്ഞത്. മതിയോ? പോ. പോന്ന് പറഞ്ഞ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പോവാനാ ഞാൻ പറഞ്ഞേ. എന്താ ഗുരു, എന്താ പ്രശ്നം? ഇല്ല, അത് ഇത് ഞങ്ങളുടെ പ്രശ്നം.
ദയവ് ചെയ്ത് നിങ്ങൾ പോ. അവേ എന്തോ ശബ്ദം കേട്ടതുകൊണ്ടാ വന്നത്. വെളിയിൽ പോവാനല്ലേ പറഞ്ഞത്? വന്ന് കേറിക്കോളൂ ഓരോരുത്തര് വേണ്ടാത്തടത്ത്. കുത്ത്, കുത്തി കൊല്ല്. നിന്റെ കയ്യാലി മരിച്ചോളാം ഞാൻ. ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ മൂലം നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയിലാണ് അഭി. തൽക്കാലത്തേക്ക് നിന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് അതിനുള്ള ഒരേ ഒരു വഴി. എന്നോട് ക്ഷമിക്കബി. अंधेरी में एक्सीडेंट हुआ, एम्बुलेंस बजाओ, टैक्सी। ये क्या है साहब? ठीक है, चलो भाई। ഫസ്റ്റ് ക്ലാസ്സിൽ എനിക്കൊരു AC കിട്ടാൻ ചാൻസ് ഉണ്ടോ? ചാൻസേ ഇല്ല. ലോക്കലോട്ട് പൊക്കോ. നോക്കണ്ട സാർ, പൊക്കോ. 110 പേര് യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റില് 1.5 ലക്ഷം പേരാ വന്നിരിക്കുന്നത്. നിങ്ങളും പോയി കുത്തിയിരുന്നു. എന്താടാ നീ ചെയ്തേ? സുഡോക്ക്. കുട്ടിയുടെ ബട്ടക്സ് തട്ടിയിട്ട് സുഡോക്കുന്നോ? സാർ എന്തിനാ ചീറ്റിയാർ വിളിക്കുന്നത്? എന്താ? നമസ്കാരം സാർ. നീ എന്താ ഇവിടെ? വെയിറ്റ് മാഡം, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കൂ. ഞാൻ തനിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്റെ ബട്ടക്സിൽ അടിച്ചു സാർ. ഞാനോ? നീ തന്നെ. നോക്കാനിരുന്നതാ. നിന്ന് വെള്ളം ഇറക്കാതെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്ക് സാർ. അടുത്ത സ്റ്റേഷനിൽ ഇറക്കി റെയിൽവേ പോലീസിന് കൈമാറാം. എടുക്കണ ലഗേജ്. സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറണം. റൈറ്റ്? നൗ ഐ ആം ഗോയിങ് ടു അൺറിസർവ്ഡ്. നോ സർ, വെയിറ്റ് എ മിനിറ്റ്. ഈ ടിക്കറ്റില് നിങ്ങൾ യാത്ര ചെയ്തോളൂ. സർ പ്ലീസ്. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വാടാ. സാർ. ഒത്തിരി നന്ദിയുണ്ട്. നോ ഞാൻ എന്റെ കടമ മാത്രമല്ലേ ചെയ്തു.
നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചെന്നൈ വരെ തനിച്ചു പോകേണ്ട സ്ഥിതി വന്നേനെ. താങ്ക്സ്. നിങ്ങൾ? ഞാൻ മുംബൈ ടു ചെന്നൈ. എന്റെ പേര് ധനലക്ഷ്മി. നേറ്റീവ് ചെന്നൈ. ഓ, മേട്ടുപ്പാളയം. എന്താ ചിരിക്കുന്നേ? ഇല്ല, ഒരു ജോക്ക് ആലോചിച്ചപ്പോ ഒന്ന് ചിരിച്ചു പോയി. എന്ത് ജോക്ക്? തന്നെ പോലെ ഒരു പെണ്ണ് വെള്ളത്തിലേക്ക് വീണു. അയ്യോ, നീന്തൽ അറിയാൻ പാടില്ല, എന്നാലും ആരെങ്കിലും വന്ന് രക്ഷിക്കും. എന്തുകൊണ്ട്? എങ്ങനെ? അവളും തന്നെ പോലെ ഒരു സുന്ദരിയല്ലേ. ആക്ച്വലി ഈ നോവലില് ഐ തിങ്ക് 15th ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു, 126ാമത്തെ പേജിൽ. ഇറ്റ്സ് ടു ഇൻട്രസ്റ്റിംഗ്. സാർ, എവിടെ പോണം സാർ? സിറ്റിയിലെ ആദം ജ്വല്ലറിയിലേക്ക് പോ. സർ, യെസ്. CBI വന്നിരിക്കുന്നു. അയ്യോ, CBI-യോ? അയ്യോ, പ്രസാദ് നീയോ? CBI എന്ന് പറഞ്ഞു? സാർ അങ്ങനെ പറഞ്ഞ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ചുരുക്കി CBI എന്ന് പറഞ്ഞു. ഓ, ഞാനൊന്ന് പേടിച്ചു പോയി. വരൂ സാർ. ആഹാ. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു പ്രസാദ്? അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല സേട്ടെ. ബാങ്കിലെ ജോലിയല്ലേ, മാസം 30,000 രൂപ ശമ്പളം. മാസം 30 ലക്ഷം കിട്ടിയാലും പറ്റത്തില്ല. എങ്ങനെ പറ്റും സേട്ടെ, എങ്ങനെ പറ്റും? സുഖ സൗകര്യങ്ങളോട് ശീലിച്ചു പോയില്ലേ. അത് പറ്റാത്തത് കൊണ്ടല്ലേ ഫോറിനിലുള്ള ഇന്ത്യക്കാരുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണം എടുത്ത് തന്നെ പോലുള്ള ബിസിനസ്സുകാർക്ക് റോൾ ചെയ്യാൻ തന്നത്. സോറി പലിശയ്ക്ക് തന്നത്. ക്യാഷ് അങ്ങോട്ട് എണ്ണി വാങ്ങുമ്പോഴുള്ള സ്നേഹം തിരിച്ചു ചോദിക്കുമ്പോൾ ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താനും അതിന്ന് ഒട്ടും വ്യത്യസ്തനല്ലടോ. അപ്പോ ഇന്ന് രാത്രിയിലേക്ക് കോവിൽ അറേഞ്ച് ചെയ്യട്ടെ? വിഷയം മാറ്റേണ്ട സേട്ടെ. താൻ തരാനുള്ള 1.5 കോടി രൂപ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടണം. ഞാൻ കുറച്ച് കഷ്ടത്തിലാ, കട വരെ നഷ്ടത്തിലാ ഓടുന്നു. അയ്യോ, കണ്ടുപിടിച്ചല്ലോ. ഇതാ നിന്റെ ഒരു വീക്ക്നെസ്. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് എന്ത് വേണേലും ചെയ്യും. ഇങ്ങനെയൊന്നും ആയില്ലെങ്കിൽ തന്റെ ഒന്നും കൂടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല സേട്ടെ. ആകെ കടമാണ്, നഷ്ടമാണ്, കണക്കില്ലാത്ത സ്വർണ്ണമല്ലേ ഇത്. ഇതെല്ലാം കൂടി ഒരു 3.5 കോടിക്കുള്ളതുണ്ടാവില്ലടോ. കറക്റ്റ് ആണല്ലോ. നീ CBI-ക്കാളും എടുക്കാനാ കേട്ടോ. മൊത്തത്തിൽ ഞാനങ്ങ് വിഴുങ്ങിയാലോ? വേണ്ട, ഒരാഴ്ച കഴിഞ്ഞ് നാളെ തന്നെ തന്നേക്കാം. വാ. ഗുരു, ഗുരു, I'm sorry ഗുരു. സോറി. നിന്നെ പിരിഞ്ഞതിൽ നിന്ന് ഇത്രയും നാൾ ഞാൻ എന്തുമാത്രം വേദനിക്കുന്നറിയൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ ഗുരു. വാ, വീട്ടിലേക്ക് പോ.
എന്താ ഗുരു സൈലന്റ് ആയിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറ. ഐ ലവ് യു. വാ ഗുരു. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ. നമ്മളെ ഒരുമിച്ച് കണ്ട അച്ഛൻ എന്തുമാത്രം സന്തോഷായിരിക്കുമെന്നോ. അച്ഛാ അച്ഛാ അച്ഛാ. ഗുരു ഇവനായിരുന്നു അച്ഛൻ. എവിടെയായിരുന്നു മൈസൺ? നിന്റെ പേരിൽ ഒരു തെറ്റുമില്ല. നീ വളരെ ഇന്നസെന്റ് ആണ്. പക്ഷെ ഇവളായിരിക്കും എന്തെങ്കിലും തെറ്റ് ചെയ്തതെന്ന് ഞാൻ അപ്പോഴേ വിചാരിച്ചാ. അച്ഛാ ആ പഴയതൊക്കെ എന്തിനാ ഓർമ്മിപ്പിക്കുന്നേ? ഓക്കേ ഓക്കേ ടേക്ക് കെയർ. വാ ഗുരു. ഓക്കേ ചെല്ല്. ബൈ ഡാഡ്. Bye, bye. ബൈ ഗുരു. ഇനി മുതൽ ഇതാണ് നിന്റെ മുറി. നമ്മുടെ പുതിയ ജീവിതം ആരംഭിക്കുമ്പോ പുതിയ വീടും ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്നെ പിരിഞ്ഞു പോവാൻ പറ്റില്ല. എന്നും ഇവിടെ തന്നെ കഴിഞ്ഞാ മതി. 2 minutes, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഇതിനിടയ്ക്ക് ഇങ്ങനെയും ട്വിസ്റ്റ് ഉണ്ടോ? ഗുരു ബൂസ്റ്റ്. നിങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിനെടുത്ത DVD വന്നിട്ടുണ്ട്. കാണുന്നോ? ദാ നിന്റെ ഫ്രണ്ട്സ്. ഒറിജിനൽ നാടൻ ആട്ടം നോക്ക്. നിന്റെ അച്ഛനും അമ്മയും സൂപ്പർ ജോഡി, നമ്മളെ പോലെ തന്നെ. എന്തോ പ്രസാദം ഇത്? ഓ അയ്യോ, നിന്നെ പോലെ തന്നെ ഉണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യുക? അഴകുള്ള പെണ്ണും അളവില്ലാത്ത ആസ്തിയും അനുഭവിക്കാൻ യോഗമുള്ളവന്റെ കയ്യിലേക്ക് വരണം. ഞാൻ രണ്ടും അങ്ങ് അനുഭവിക്കാൻ തീരുമാനിച്ചു. ആസ്തിയും അഴകും എത്രമാത്രം അധികമാണോ അതേ അളവിൽ ആപത്തും അധികമാ. ഈ ആനന്ദ് ജലപ്പൻ സാധാരണക്കാരനല്ല, ഈ സ്റ്റേറ്റിലുള്ള ടോപ്പ് 10 പണക്കാരിൽ ഒരാളാ. മനസ്സിലാക്കിയാ നല്ലത്. എങ്ങനെ തിരിച്ചറിയും സേട്ടെ? ഈ രഹസ്യം അറിയാവുന്ന 2 പേർ നമ്മളാ. എന്നെ ഞാൻ തന്നെ കാണിച്ചു കൊടുക്കുവോ? പിന്നെ എന്റെ നോട്ടം കണ്ടിട്ട് എന്നെ പോലും വിശ്വാസമില്ലാത്ത പോലാണല്ലോ. എന്നെ പോലും വിശ്വാസമില്ല സേട്ടെ, എന്നെ പോലും വിശ്വാസമില്ല. ഞാൻ ഇമോഷണലായ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ലെന്ന് തനിക്കറിയാമല്ലോ സേട്ടെ. താൻ ബ്ലേഡ് കമ്പനി നടത്തുന്ന ആളാ. വെറുതെ ഒന്നും ചെയ്യണ്ട. പതിവ് പോലെ റൊട്ടേഷൻ എത്ര ക്യാഷ് വേണമെന്ന് പറ. ഇതാ നമ്മുടെ ഡീല്. ഓ നോ സ്മോക്കിംഗ്, നോ സ്മോക്കിംഗ്. ബിൽഡിംഗ് മുഴുവൻ ഫയർ അലാറം വെച്ചിട്ടുണ്ട്. അപ്പൊ വരട്ടെ സേട്ടെ. ശരി ശരി, സൂക്ഷിക്കണേ പ്രസാദ്. ഗുരു ഗുരു ഗുരു. ഗുരു 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 ഗുഡ് മോർണിംഗ്. ബൂസ്റ്റ് കുടിക്ക്. നിന്റെ വീട്ടിൽ നിന്ന് ലഗേജ് മൊത്തം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എല്ലാം ഉണ്ടോന്ന് നോക്കിക്കേ. 1/2 മണിക്കൂറിനുള്ളിൽ റെഡി ആവണം. ഷോപ്പിങ്ങിന് പോവാനുണ്ട്. ഗുരു ഗുരുവിന്റെ ഡയറി. ഈ കടയിൽ നിനക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ? എന്റെ സെലക്ഷൻ അല്ലേ നിനക്ക് ഇഷ്ടപ്പെടാത്തത്? നീ തന്നെ സെലക്ട് ചെയ്തു. ഹായ് അബി. ചേട്ടാ അബി. ഹായ് ശ്വേത. ഹായ് ശ്വേത. ഹൗ ആർ യു? ഹായ് ശക്തി. ഒരു പർച്ചേസിങ്ങിന് വന്നതാ. എന്താടേ ഗുരു കാണാത്ത മട്ടില്? അങ്ങനെയൊന്നുമില്ല. ഗുരു നീ സ്പോർട്സിൽ വിട്ടുകൊടുത്തോന്ന് അവൻ അറിയില്ല. എന്തിനാ തിരിഞ്ഞു നിൽക്കുന്നേ? ജസ്റ്റ് ഒരു ഹായ് പറയേ. ഹായ്. ഹായ്. സോറി, ഞാനെന്തോ ചെറിയ ടെൻഷൻ. ഇറ്റ്സ് ഓക്കേ.
ഇതെങ്ങനെയുണ്ട്? നൈസ്. മാഡം, താങ്ക് യു. ശരി മാഡം. ബൈ. ശരി സർ. ഏയ് അബി, ആ എന്താ ബില്ല് പേ ചെയ്യാതെ പോകുന്നേ? മറന്നുപോയോ നീ? എന്താ ഗുരു കളിയാക്ക? ഇത് നമ്മുടെ കടയാ. നമ്മുടെ കടയോ? ഗുരു എന്താ ആലോചിക്കുന്നേ? ജോലി വേറെ, കുടുംബം വേറെ. ഒരിക്കലും രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഇന്ന് നീ ബില്ല് പേ ചെയ്യാതെ പോയെന്ന് വെക്കും. ഇത് കണ്ടിട്ട് നാളെ ഞാൻ കാഷ്യർ ആയിട്ടിരിക്കുന്ന കടയല്ലേ എന്ന് വിചാരിച്ച് കാഷ്യറും മാനേജറും സെയിൽസ്മാനും ഇങ്ങനെ ചെയ്താൽ എന്താവും? പുറത്ത് എന്ത് ധർമ്മം വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ബിസിനസ്സില് ഒരു ചെറിയ കർച്ചീഫിന് പോലും കണക്കുണ്ടാവണം. സാർ സാർ വേണ്ട സാർ. ഗുരു സൂപ്പർ. ഗുരു ഒന്ന് താഴെ വരുമോ? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? വാ വന്ന് നോക്ക്. വാ. നോ നോ നോ, വേഗം ആക്ഷൻ എടുക്ക്. ഗുരു, എന്റെ വരുംകാല മരുമകൻ. നമസ്കാരം. നമസ്കാരം. ജൗളിക്കടയിൽ നടന്നത് അബി എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ ഈ ഒരു തീരുമാനം. എന്ത് തീരുമാനം? എൻ്റെ എല്ലാ കൺസേണും നീ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്കുള്ള അഭിപ്രായം. അതുകൊണ്ടാണ് എൻ്റെ മുഴുവൻ സ്വത്തുക്കളും എൻ്റെ വരുംകാല മരുമകനായ നിന്റെ പേരിൽ മാറ്റി എഴുതിയത്. അന്തരിച്ചു പോയ പ്രീമിയർ ചെല്ലപ്പൻ്റെ ഏകമകനായ ആനന്ദ് ചെല്ലപ്പൻ എന്ന ഞാൻ എൻ്റെ ഭാവി മരുമകനായ ഗുരുമൂർത്തിക്ക് എൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തുക്കളും കൈകാര്യം ചെയ്ത് അനുഭവിക്കാൻ എൻ്റെ സ്വബോധത്തോടെയും പൂർണ്ണമായ സമ്മതത്തോടെയും ഞാൻ എഴുതി വയ്ക്കുന്നു. എന്താ കയ്യൊപ്പ്? ആരുടെ കയ്യൊപ്പ്? നിങ്ങളല്ലേ മിസ്റ്റർ ഗുരു? അങ്ങനെയല്ലേ അങ്ങേര് പരിചയപ്പെടുത്തിയത്? അതെ. പിന്നെന്തിനാ ഒറ്റയ്ക്ക് ഒന്ന് ചോദിക്കുന്നേ? നിങ്ങളുടെ ഒപ്പ് വേണം സാർ, പ്ലീസ്. ഒപ്പിടാൻ എന്താ സാർ ഇത്ര മടി? ഗുരു, പ്രൊസീഡ്. ഗുരു, കയ്യൊപ്പോ? ഒപ്പിട്. എന്താ ഇത്? ഗുരു, ഗുരു, എന്തു പറ്റി നിനക്ക്? സോറി. ആദ്യം നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കുന്ന ആൾ ഞാനല്ല. എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ സമയമായി. എന്താ ഗുരു, എന്താ നീ പറയുന്നേ? പിന്നെ അല്ലാതെ അബി, ഈ സ്വത്തിനു വേണ്ടിയാണോ ഞാൻ നിന്നെ സ്നേഹിച്ചേ? ഞാൻ നിന്നെ ആദ്യമേ കണ്ടപ്പോൾ തന്നെ ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അല്ലാതെ സ്വത്തിനെയല്ല. പിന്നെ ഡവറി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാ. ഞാൻ പോകുന്നു. ഏയ് ഗുരു, ഓവറായോ? ഇതെന്തിനാ ഡൗറിയായിട്ട് കരുതുന്നേ? പിന്നെ എങ്ങനെ കാണണം? പിന്നെ എങ്ങനെ കാണണമെന്നാ? കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കയ്യിലെ കാശ് കണ്ട് ജീവിക്കേണ്ട ഗതികേട് ലോകത്തിലെ ഒരാണിനും ഉണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഏതോ ഒരു സിനിമയിൽ MGR പറഞ്ഞതാ. അതുകൊണ്ട് ഇനി എന്നെ സംബന്ധിച്ച എന്ത് തീരുമാനമെടുത്താലും ആദ്യം എന്നോട് അതിനെക്കുറിച്ചൊന്ന് പറയണം വച്ചാ. ഇങ്ങനെ പെട്ടെന്ന് വന്നതിനെ ടെൻഷൻ ആക്കരുത്. കൂട്ടമായിരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാൻ എളുപ്പമാ, പക്ഷെ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ എന്ത് പാടാണെന്നറിയാമോ? ഒന്ന് നിന്നേ. കണ്ടുപിടിച്ചോ? വെൽ ഡൺ മിസ്റ്റർ ഗുരു.
ഓ ഗുരു, യു ആർ റിയലി ഗ്രേറ്റ്. നിങ്ങളുടെ ഈ പോളിസിയെ ഓരോരുത്തരും ഫോളോ ചെയ്യണം. നന്നാവും. നിങ്ങളിപ്പോ ചെയ്തത് വലിയൊരു കാര്യമാണ്. എന്തെല്ലാം ചെയ്യുന്നു, ഇതതിലൊന്നു മാത്രമല്ലേ മിസ്റ്റർ രാജ് പാണ്ഡി? ഓക്കെ ചിരിക്കാതെ ചെല്ല്. ഞാൻ വരട്ടെ. സോറി ഫോർ ദ ട്രബിൾ. സോറി അങ്കിൾ. മിടുക്കനായ മരുമോനാണ് സാർ. എന്നാ വരട്ടെ മോളെ. ബൈ. എന്തിനായിരുന്നടാ ഈ ഡ്രാമ? ഒപ്പിന്റെ കാര്യത്തിൽ ബുദ്ധിപരമായിട്ട് ഒഴിഞ്ഞു മാറി. ഓക്കെ, എന്നാ കയ്യിൽ വരേണ്ടിയിരുന്ന സ്വത്തുക്കളെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? ആര് കളഞ്ഞു വിളിച്ചു? മനസ്സിലായില്ലല്ലോ. ആനന്ദ് ചെല്ലപ്പൻ 5-6 പിള്ളേരൊന്നും ഇല്ലല്ലോ, അഭി മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാലും ദാ എന്ന് പറഞ്ഞ് എനിക്ക് തന്നെ തരില്ലേ? സേട്ട്, പേപ്പർ മാത്രമേ ഞാൻ കീറിക്കളഞ്ഞുള്ളൂ, പക്ഷെ അവരുടെ മനസ്സിൽ ഞാൻ നന്നായി പതിഞ്ഞിട്ടുണ്ട്. നിനക്ക് നല്ലത് വരണമെന്നാ എന്റെ ആഗ്രഹം. എന്നാലും ഒരു സംശയം. എന്താ? നിന്റെ അഭിയുടെയും കല്യാണ നിശ്ചയം നടക്കാൻ പോവാ. സപ്പോസ് ഇതിനിടയ്ക്ക് ആ ഒറിജിനൽ ഗുരു എന്ന് കയറിയ സോറി വരില്ല സേട്ട്, വരില്ല. പൊട്ടിത്തെറിക്കുന്ന പ്രായത്തിലുള്ളൊരു പെണ്ണിനെയും 10 തലമുറ ഇരുന്ന് തിന്നാലും തീരാത്ത സ്വത്തും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരുത്തൻ പോവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് സ്ട്രോങ് ആയിട്ട് ഒരു കാരണം ഉണ്ടാവും സേട്ടെ. ഇവൻ ബിജു രാധാകൃഷ്ണന്റെ അപ്പനാണ്. അതുകൊണ്ട് അവൻ വരില്ല. ഈ സ്ഥലം നിങ്ങൾ സൗത്താ? ഇത് മുംബൈ നാനാവതി ഹോസ്പിറ്റൽ. നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഡോക്ടർ, എനിക്ക് അർജന്റായിട്ട് ചെന്നൈയിലേക്ക് പോകണം. നോ ഐ എം സോറി. ഇപ്പൊ നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷന് അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും ഇവിടെ റെസ്റ്റ് എടുക്കണം. ട്രെയിൻ ചെയ്യാനേ പാടില്ല. അത് ചെയ്താൽ നിങ്ങളുടെ ജീവന് തന്നെ ആപത്താണ്. അല്ല ഡോക്ടർ, എനിക്ക് പോയേ പറ്റൂ. എനിക്ക് ആ ഫോണും തരാമോ? ഹേ അബി, നിന്റെ വിവാഹ നിശ്ചയം, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? കല്യാണ ചെറുക്കന് സൈറ്റ് അടിക്കാൻ എനിക്ക് തോന്നി. അതെ, ഈ മോഹൻലാൽ സിദ്ദിഖ്ലാലിന്റെ ആരാന്ന് പറഞ്ഞ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താ അസംബ്ലിയാ? ആരെങ്കിലും 2 പ്രാവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നുണ്ടോ പോയി നോക്ക്, ചെല്ല്. മോഹൻലാലിനെ മനസ്സിലായി. ഈ സിദ്ദിഖ് ലാൽ ആരാ? ഇപ്പൊ നീയും തുടങ്ങിയോ? വെറുതെ ഇരുന്നവനെ ഫംഗ്ഷന് വിളിച്ചു വരുത്തിട്ട് കോർണർ ചെയ്യണം നീ. ഇവരിത് എങ്ങോട്ടായിരിക്കോ? നമസ്കാരം. ഹലോ ഹലോ, ഞാൻ ഗുരുവാ സംസാരിക്കുന്നത്. ഹലോ, യെസ്, ഗുരു സ്പീക്കിംഗ്. ഇത് അബിയുടെ വീടല്ലേ? അതെ, ഞാൻ ഗുരുവാണ് സംസാരിക്കുന്നത്. അതെ, ഗുരുവാണ് സംസാരിക്കുന്നത്. ആരാ ഗുരു ഫോണിൽ? റോങ് നമ്പർ. ഓ, ഇതേത് പുതിയ നമ്പറാണല്ലോ ഗുരു. ദാ വരുന്നു. അബി, ഞാൻ ഗുരുവാ സംസാരിക്കുന്നത്. ഞാൻ ഗുരുവാണെന്ന് പറഞ്ഞില്ലേടാ. ഹലോ, ഗുരു, കാല് താഴ്ച എങ്ങനെ ഇരിക്കുന്ന എന്നാ ഇത്? സാറല്ലേ വിട്ടേക്ക്. മൂത്തോരെ ചെല്ലപ്പന്റെ ഏകപുത്രിയായ അഭി എന്ന അഭിനയിക്കും കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. ശുഭമസ്തു.
ഹലോ അഭിക്കൊന്ന് കൊടുക്കാമോ? അബി ഗുരു സാറായിട്ട് ഷോപ്പിങ്ങിന് പോയിരിക്കുക. എവിടെ? ഏതോ സിറ്റി സെന്ററിനെ കണ്ടാ പറഞ്ഞ. എന്താ ഗുരു? കണ്ണിലെന്തോ കരട്. വാ വേഗം. അതിനിടയ്ക്ക് എവിടെ പോയി? ഞാൻ എന്തായാലും നോക്കിട്ട് വരാം. ഹലോ, ഇവിടെ ഇവിടെ ഇവിടെ. നിന്നെ പേടിച്ചോടി വന്നാണെന്ന് വിചാരിച്ചോ? നിന്നെ വരുത്തിയതാടാ. ആരടാ നീ? നീ എന്തിനാ ഗുരുവായിട്ട് അഭിനയിക്കുന്നേ? നീ എവിടെ പോയിരുന്നടാ? അത് നീ അറിയേണ്ട കാര്യമില്ല. ആരാടാ നീ? ഗുരു. നിന്റെ അബി, അച്ഛൻ, അമ്മ, നിന്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും അങ്ങനെയാ വിശ്വസിച്ചിരിക്കുന്നത്. നീയും അങ്ങനെ വിശ്വസിച്ച എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിയിട്ട് ഓടി എന്റെ കൺമുന്നിന്ന് പോ. എന്റെ അബിയെ കൊല്ലാൻ വന്നവനല്ലടാ നീ. പോടാ. എവിടെയോ വെച്ച് കണ്ട എന്നെ കൂട്ടിക്കൊണ്ടുപോയി മനസ്സിൽ പ്രതിഷ്ഠിച്ചത് അവളാടാ. അവളെ ഞാൻ കൊല്ലുവോ? അവൾക്ക് ഞാൻ എന്നെ പോലെ മിടുക്കനായൊരു മകനെ കൊടുക്കൂടാ. സന്ധി സംഭാഷണത്തിന് ഇടയ്ക്ക് കയറി ഇടിക്കുന്നോടാ. നീ ശരിക്കും പോക്കിരി തന്നെ. ഞാനും പോക്കിരി തന്നെയാടാ.
അവൾക്ക് വേണ്ടി അടികൊണ്ട് ചാവാതെ ഓടിപ്പോടാ. എന്റെ അഭി ഉപേക്ഷിച്ച് എനിക്ക് പോവാനാവില്ല. വിട്ടിട്ട് പോയവനല്ലേടാ നീ, വിട്ടിട്ട് പോയവൻ. 1000 പ്രശ്നങ്ങളുണ്ടായാലും പ്രേമിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച നീ ദ്രോഹിയാടാ. ആര് പ്രേമിച്ച പെണ്ണായാലും സാരമില്ല, കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ച ഞാനല്ലേടാ ത്യാഗി. അതിനുവേണ്ടി ത്യാഗികളുടെ പെൻഷനൊന്നും ഞാൻ ചോദിച്ചില്ല. വെറുതെ എന്നെ ടെൻഷനാക്കാതെ നിനക്കും അഭിക്കും ഇടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ നിന്ന് പോയി താടാ. പണം 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 കൊണ്ട് എല്ലാം നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോടാ? അതേടാ, പണം 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 മാത്രം. ഞാൻ ജനിച്ചത് തന്നെ ഒരു കോടീശ്വരനായിട്ടാടാ. 10 വയസ്സ് വരെ എനിക്ക് പല്ല് തെപ്പിച്ച് തരാനൊരുത്തൻ, ഷൂ ഇട്ട് തരാനൊരുത്തൻ, കാറിന്റെ ഡോറ് തുറന്നു തരാനൊരുത്തൻ. ഞാൻ ജനിച്ചത് തങ്കത്തൊട്ടിലാടാ, പക്ഷെ 10 നിമിഷം കൊണ്ട് കുപ്പത്തൊട്ടിയിൽ വീണു. കാരണം പണം. ഈ കളി തുടങ്ങി വെച്ചത് നീ, നടത്തുന്നത് അവൾ. ജയിക്കാൻ പോകുന്നത് ഞാനാടാ. ഗുരു അച്ഛാ, നീക്കടാ. എന്നെ പോലെ തന്നെ ഇരിക്കുന്ന കണ്ടോ? ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ലല്ലോ. അഭി, അവനെ വിശ്വസിക്കരുത്. അവൻ ബോംബെക്കാരനാ. ഞങ്ങൾ ഒരുപോലെ ഇരിക്കുന്ന കാരണം നിങ്ങളെ പറ്റിക്കാം. ഞാനാണ് ശരിക്കും ഗുരു. അഭി, നിന്നോട് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം. നിക്ക്, നീ ആരാ? ഒന്ന് വിശ്വസിക്കണം. നമസ്തേ. നമസ്തേ. നമസ്തേ ജി. ഇന്നലെ നിങ്ങൾ എന്റെ കടയിൽ വന്ന് ആഭരണങ്ങൾ വാങ്ങിയതിന്റെ ബില്ല. ഇന്ന് വീട്ടിൽ വന്ന് ക്യാഷ് വാങ്ങിച്ചോളാൻ പറഞ്ഞിരുന്നില്ലേ? ഞാനോ? ആ, നിങ്ങൾ തന്നെ. ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. അയ്യോ, നിങ്ങൾ ടിൻസാ? ഛേ, അവൻ ആരാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എന്റെ രൂപം വെച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുക. തന്നെ സ്വർണം വാങ്ങിച്ചും പറ്റിച്ചു. അയ്യോ, 3,20,000 സാർ. 3,20,000. അവനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ സാർ? ഏയ്, നിർത്തടാ. ദാ നോക്ക്, എന്റെ പേഴ്സിൽ ഇത്രയും ക്രെഡിറ്റ് കാർഡുകൾ ഇരിക്കുമ്പോ തന്റെ കടയിൽ നിന്ന് ഞാൻ എന്തിനാ കടം വാങ്ങിക്കുന്നേ? അല്ല, എപ്പോഴാ സെറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തേ? ബില്ലിൽ സമയമുണ്ട്, നോക്ക്. ഇന്നലെ കാലത്തെ 10 മണി. അയ്യോ, ഇന്നലെ രാവിലെ 10 മണി മുതൽ 11 മണി വരെ എന്റെ വിവാഹ നിശ്ചയമായിരുന്നു. വിവാഹ നിശ്ചയം? ഞാനിവിടെ ഉണ്ടായിരുന്നതിന് 1000 സാക്ഷികളുണ്ട്. ഗുരു, ആദ്യം ഇവനോട് ഇവിടുന്ന് പോവാൻ പറയേ. അഭി, പോവാൻ പറയൂ ഗുരു. അഭി, ഞാനൊന്നുമില്ലേ. നിന്നെ പോലീസിൽ പിടിച്ചാലേ ശരിയാവും. അതെ അതെ, ഇവനെ പോലുള്ളവനെ പോലീസിൽ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട 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 വേണ്ട. പോലീസും കൂട്ടമൊക്കെ വന്ന ആകെ പ്രശ്നങ്ങളാവും. എന്താ ഇപ്പൊ ചെയ്യാ? കമ്മീഷണർ അങ്കിളിന്റെ ഫ്രണ്ട് ആണെങ്കിലും മീഡിയ ഈ വാർത്ത അറിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസിന് ആകെ മോശമാവും. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത ഇനി വരുന്നുണ്ടെങ്കിൽ അത് കല്യാണത്തെക്കുറിച്ച് മാത്രമായിരിക്കണം. മറ്റു ഒരു വാർത്തയും വരരുത്. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? ആദ്യം സേട്ടിനെ പറഞ്ഞുവിടെ, എന്നിട്ട് സംസാരിക്കും. യു വിൽ ഗെറ്റ് യുവർ മണി. താങ്ക് യു സാർ. സേട്ട്, ഈ കാര്യം ആരോടും പറയില്ല. എന്നാലും വളരെ ആശ്ചര്യമായിരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ഇത്? ഗെറ്റ് ഔട്ട്. പോടാ, പോകാൻ. അഭി, അവനെ വിശ്വസിക്കരുത്. അവൻ നിന്റെ ജീവൻ അപകടത്തിലാക്കും. പണത്തിന് വേണ്ടി എന്തും ചെയ്യൂവൻ. ഷട്ട് അപ്പ്. കേവലം 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ചീറ്റിംഗ് നടത്തിയ നിനക്ക് എന്റെ ഗുരുവിനെ പറ്റി എന്തറിയാം? എല്ലാ സ്വത്തുക്കളും എഴുതി വെക്കാൻ എന്റെ അച്ഛൻ തയ്യാറായപ്പോ ഒപ്പിടില്ലെന്ന് പറഞ്ഞവൻ എന്റെ ഗുരു. അത് തന്നെ. അവനെ കൊണ്ട് എങ്ങനെ എന്റെ കയ്യൊപ്പിടാൻ കഴിയും? ഒരുത്തിന്റെ ഫിഗർ വെച്ച് നുണ പറയാൻ അഭിനയിക്കാം, പക്ഷെ കയ്യൊപ്പിടാൻ കഴിയുമോ അവന്? അതുകൊണ്ട് അവനെ ഒപ്പിടാഞ്ഞത്. എന്റെ കയ്യൊപ്പൊന്നിടാൻ പറ, അപ്പൊ കാണാം. ഏയ്, എന്റെ ഒപ്പൊന്നിട്. എന്റെ ഒപ്പിടറാ, കാണട്ടെ. ഏയ്, അവൻ ഒപ്പുവെച്ചാൽ? അവൻ ഒപ്പിട്ടാൽ തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കോണം. എന്റെ മുന്നിൽ വരരുത്. പോകുമല്ലോ? പറ. ശരി, പൊയ്ക്കോളാം. ആദ്യം അവനോട് ഒപ്പിടാൻ പറ. നിക്ക്. എന്താ അഭി ഇത്? ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് ഞാൻ എന്തിനാ കയ്യൊപ്പിടാൻ പോകുന്നേ? വേണ്ട ഇതൊന്നും. പ്ലീസ് ഗുരു, എനിക്ക് വേണ്ടി
പ്ലീസ്. ഇന്ന ഗുരു. ഒപ്പിട് ഗുരു. മതിയോടാ. ഇലക്ഷൻ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്. എന്താ അഭിയോ ഈ കയ്യൊപ്പ് അവനിട്ടിരുന്നെങ്കിൽ അവൻ ഗുരുവാണെന്ന് വിശ്വസിക്കുമായിരുന്നോ? എന്തൊക്കെ ചെയ്യുന്നടാ. ഇതും എനിക്ക് ചെയ്തുകൂടെ? ഇനി എന്തിനാടാ നിൽക്കുന്നേ? പോ. പോ. Just get out of here. Just get out of here, okay? വെളിയിൽ പോ. പോ. ഇനി എന്റെ മുന്നിൽ കണ്ടുപോരുത്. എന്താടാ മച്ചു, വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. അതേടാ, അവൻ എന്ത് വലിയ ക്രിമിനലാടാ. എന്റെ അഭിയവൻ അവൻ കയ്യിലെടുത്തില്ല. അത് തന്നെയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യണത്? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണോടാ. അബിയുടെ ജീവനവും ഭീഷണിയാണ്. എടാ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോടാ, നമ്മുടെ ഗുരുവിനെ പോലൊരുത്തൻ ഈ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ടടാ. അവൻ നമ്മുടെ ഗുരുവിനെ കൊന്നുകളയാൻ നോക്കിയടാ. ഇപ്പൊ ഗുരു എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയോളടാ. പാവാടാ നമ്മുടെ ഗുരു. എന്നെ കൂട്ടിയിട്ട് പോയി സ്റ്റാർ റോഡിൽ നിന്ന് കള്ളും ഭക്ഷണവും ഒക്കെ മേടിച്ചു തന്നാണ്. ഗുരു പറഞ്ഞത് ഇതിനെ പറ്റിയാടാ. എന്താടാ, വട്ടാണോ? വട്ട് പിടിച്ചോ നിനക്ക്? എന്നെ മനസ്സിലായില്ല? ഇതെന്താ മനസ്സിലായില്ല? ഇപ്പോഴല്ലേ അവൻ ഗുരുവിനെ കണ്ടു എന്ന് പറയുന്നത്? അതെ, ഇതിലെന്തോ കുഴപ്പമുണ്ട്, ശ്രദ്ധിക്കണം. എന്താടാ നിങ്ങളും എന്നെ സംശയത്തോടെ നോക്കുന്നേ? നിങ്ങൾക്കും എന്നെ വിശ്വാസമില്ലേ? എങ്ങനെ വിശ്വസിക്കൂടാ? എങ്ങനെ വിശ്വസിക്കും? തിരിച്ച് വീട്ടിൽ പോകുന്നതിന് 3 ദിവസം മുമ്പ് കാവേരി നദിയിൽ നമ്മൾ കുളിക്കുമ്പോ നിന്റെ അനിയൻ ചുഴിപ്പെട്ടില്ലേ? അവനെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തില്ലേ? എന്താ നോക്കുന്നേ? ന്യൂ ഇയറിന് നീ വെള്ളമൊടിച്ച് ഫിറ്റായി ഒരുത്തിന്റെ തലതല്ലി പൊട്ടിച്ച് പോലീസ് വന്നപ്പോ നിന്റെ അങ്കിൾ മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ടത് ഓർമ്മയില്ലേ? കാലത്ത് ബോംബെയിൽ നിന്ന് വന്നത് മുതൽ എന്തൊരു ടെൻഷനാണെന്നറിയാമോ? കാലത്ത് ബോംബെന്ന് വന്നെന്നാ? അന്ന് ശ്വേത കടയിൽ വെച്ച് നിന്നെ കണ്ടെന്ന് പറഞ്ഞത്? കടയിലോ? എന്നെ കണ്ടെന്നോ? നിക്ക്. ഇവനൊന്നും വേറെ പണിയില്ലേ? ഗുരു. ആ പറയും മച്ചാ. എന്താ ഈ നേരത്ത്? വല്ല അർജന്റ് കാര്യമുണ്ടോ? ഒന്നുമില്ല മച്ചു, ഉറക്കം വന്നില്ല. മധുരിക്കുന്ന ഓർമ്മകൾ. ജോവിയിലായിട്ട് സംസാരിച്ചോണ്ടിരുന്നു. അതൊക്കെ ഒരു രസമല്ലേ? ട്രിച്ചി വീട്ടിൽ പോയത്, കാവേരിയിൽ കുളിച്ചത് മറക്കാൻ പറ്റാത്ത ട്രിപ്പാണല്ലോ. ഓ അതെ. എന്താടാ യാന്ന് തപ്പി പറയണത്? ആ ഇൻസിഡന്റ് നിനക്ക് ഓർമ്മയില്ലേ? ഹലോ 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 ഹലോ, എനിക്ക് കറക്റ്റ് കേട്ടൂടാ. ഒരു മിനിറ്റ്, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. ഒരു മിനിറ്റ്. കിട്ടി റേഞ്ച് കിട്ടി. എന്താടാ ഓർമ്മയില്ലാത്തത്? ആറ്റിൽ കുളിച്ചത്, നിന്റെ അനിയൻ ചുഴിയിൽപ്പെട്ടത്, ഞാൻ അവനെ രക്ഷിച്ചത്. അപ്പാ എന്ത് ടെൻഷനായിരുന്നല്ലേടാ. എടാ ഗുരു, ഞാൻ ഗോപിയാടാ. എന്താടാ? ഈ ന്യൂ ഇയർ നമുക്ക് മറക്കാനേ പറ്റില്ല അല്ലേടാ? ആ അതെ. അതെങ്ങനെ മറക്കാനാടാ? എന്തൊക്കെയാടാ ഇത്? മനുഷ്യനാണോ നീ? മൊബൈലിൽ വിളിച്ച് ശല്യം ചെയ്യുവാണോ?
നിനക്ക് ഈ സമയത്ത് ഇതൊക്കെ പറയാനാണോ നേരം? ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ബോംബെക്കാരൻ എപ്പോ വേണമെങ്കിലും വരാം. എല്ലാവരോടും സൂക്ഷിച്ചോളാൻ പറ. അവൻ ആളുകളെ ചീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ എക്സ്പേർട്ട് ആണെന്നാ കേൾക്കുന്നത്. അവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ച എന്റെ പേര് കളയോന്നാ പേടി. ബായ് മച്ചു. എന്റെ അമ്മേ. ഇവനെ അടിച്ച് പുറത്താക്കടാ. നമ്മുടെ ഗുരുവിനെ കൊല്ലാൻ വന്നിരിക്കടാ. നിങ്ങൾ വാ, നിങ്ങൾ പുറത്തേക്ക് പോ. പറയുന്ന കേക്ക്. ചെല്ല്. പോവാൻ നോക്ക്, ചെല്ല്. സ്വരം പോലെ വന്നു സ്വരം പോലെ വന്നു ശ്വാസ സംഗമമായി. നീയേഴ് സ്വരം പോലെ വന്നു എട്ടാ സ്വരം പാടാൻ. എട്ടാ സ്വരം ഞാനാ. എനിക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല സേട്ടെ. ഇതുവരെ നടന്നതിൽ, ഇന്ന് ഫ്രണ്ട്സിനോട് നടത്തിയ പ്ലേയിൽ എല്ലാത്തിലും ഞാൻ പാസ്. ഇനി ഞാനാണ് ബോസ്. ഈ സന്തോഷം നിലനിൽക്കണമല്ലോ. എന്താ? ഒരാനയുടെ ചവിട്ട് മറ്റൊരാനയ്ക്ക് താങ്ങാൻ കഴിയൂ. വീണ ഗുരു സാധാരണക്കാരനല്ല. അവൻ എഴുന്നേറ്റ് വന്ന് നിന്റെ മുഖം മൂടി പറിച്ചെറിഞ്ഞാൽ കല്യാണ ഇൻവിറ്റേഷൻ കൊടുക്കാൻ നീയും അഭിയും ഇന്നല്ലേ പുറപ്പെടുന്നത്. അതെ. വഴിയിലെ ഏതെങ്കിലും റിസോർട്ടിൽ തങ്ങുന്നത് പോലെ തങ്ങി തന്ത്രപൂർവം സംസാരിച്ച് അഭിയെ ഒരു പ്രാവശ്യം അവളും നീയും. അതെ, സംഗതി നടന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഏതോ വന്ന് എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. കാരണം ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ചാരിത്രം എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടന്റാ. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താ ഇവൻ എന്തെങ്കിലും മറന്നു? നന്നായിട്ട് അടിച്ചില്ലേ? തലയൊക്കെ നല്ല വേദന, ആകെ കൺഫ്യൂഷനാ. എന്താ പറഞ്ഞൊന്നൂടെ പറ. എന്തോന്ന് കുഴപ്പമാടാ? എന്ത് കുഴപ്പം? ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോകുന്ന വഴിയിലെ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ വെച്ച് അഭിയുടെ ശാന്തി മുഹൂർത്തം കഴിക്കണമെന്നാ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഗുരുവാടാ. ഗുരു ഗുരു ഇപ്പൊ കുടിച്ചിട്ട് ഇവിടുന്ന് പോയില്ലേ? അവനാടാ പ്രസാദ്. അവൻ എന്നെ പോലെ അഭിനയിക്കാം. എനിക്ക് അവനെ പോലെ അഭിനയിക്കാൻ പാടില്ലേ? പെണ്ണുങ്ങളുടെ ചാരിത്രം അത്ര നിസ്സാരമായി പോയോടാ നിനക്കൊക്കെ. സാരല്ല ഗുരു. ഇവിടെ അടുത്തേതെങ്കിലും റിസോർട്ടിൽ പോയി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോയാലോ? ഇവിടെ അടുത്ത് അച്ഛന്റെ ഫ്രണ്ടിന്റെ റിസോർട്ട് ഉണ്ട്, അവിടെ പോവാം. അടുത്താ, നമ്മൾ പോയിട്ടുള്ളതല്ലേ. 401 അതേ റൂം തന്നെ കിട്ടിയല്ലോ. ഗുരു ഗുരു എന്റെ ബാഗിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡ്രസ് എടുത്തു തരൂ. വിചാരിച്ചു ഇത് തന്നെ എടുക്കുമെന്ന്. ഈ മുറി നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്തതല്ലേ? അന്ന് ഇവിടെ നടന്ന സംഗതി സൂപ്പർ അല്ലേ ഗുരു? ഓൾറെഡി എല്ലാം കഴിഞ്ഞതാണോ? ലവേഴ്സ് ആയിരുന്നു നമ്മൾ ഇന്ന് കല്യാണം വരെ എത്തിയതിന്റെ കാരണം ആലോചിച്ചാൽ അന്ന് ഈ റൂമിൽ നടന്ന സംഭവം തന്നെയാണ്.
ഒറ്റപ്പെട്ട ഈ സ്ഥലത്ത് രണ്ടുപേരും മാത്രം, വേറെ എന്ത് നടക്കാനാ? നീ ആള് വലിയ പുള്ളിയ ഗുരു. അപ്പൊ ആ അത് നീസിയായിട്ട് സംസാരിച്ച് സംഗതി സാധിച്ചു. ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ ഭാവിക്കുന്നു. പറയ്, എന്തെങ്കിലും ഒന്ന് പറയൂ ഗുരു. അബി, നടന്നതെല്ലാം കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നതല്ലേ കാണണ്ടേ? ശരി. എന്താ അബി, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? അന്നത്തെ പോലെ ഇന്നും ഇന്നും ഇല്ല, അന്നത്തെ പോലെ ഇന്നും ജോലിയാ? അന്ന് എന്താ നടന്നത്? കേക്കട്ടെ, അന്ന് എന്താ നടന്നത്? അന്ന് നമ്മൾ ഒന്നായതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ഏയ് അബി, നീ എന്റെ ഗുരു അല്ല. സത്യമാ, നീ എന്റെ ഗുരു അല്ല. അടുത്ത് വരല്ലേ? ഞാനാണോ നിന്റെ അടുത്ത് വന്നത്? നീയല്ലേ എന്റെ അടുത്തേക്ക് വന്നത്. കൈക്ക് പിടിച്ചു, കെട്ടിപ്പിടിച്ചു, കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. എന്നിട്ടിപ്പോ പോവാൻ പറഞ്ഞ പറ്റില്ലടി, തീർക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. അതുകൊണ്ട് പോവാൻ പറ്റില്ല. എന്നെ വിട്. ഗുരു, പുറത്തു പോ.
അബി കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ, അധികം സമയം എടുക്കണ്ട. ഗുരു, എന്നോട് ക്ഷമിക്കൂ ഗുരു. നിന്നെ പോലുള്ള ഒരുത്തിനെ വെച്ച് ദൈവം എന്നെ കബളിപ്പിച്ചു. ഞാൻ നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തി. ഇപ്പൊ കുത്തേറ്റ് ഇവിടെ കിടക്കുന്നതിനെ പറ്റി ഓർത്ത് എനിക്ക് വിഷമമില്ല ഗുരു. നിനക്ക് മാത്രം സ്വന്തമായ എന്റെ ശരീരം നീ തക്ക സമയത്ത് വന്ന് രക്ഷിച്ചല്ലോ. അതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. നേരെ മറിച്ചാണ് നടന്നിരുന്നതെങ്കിൽ ആ നിമിഷം അവിടെ തന്നെ ഞാൻ മരിച്ചു വീണേനെ. എന്റെ കുറ്റബോധം കൊണ്ട് ആൾമാറാട്ടം നടത്തി കഷ്ടപ്പെടാതെ അന്യന്റെ സ്വത്ത് അനുഭവിക്കാൻ ആശപ്പെട്ട അവൻ എത്ര തരം താണവനാ ഗുരു. നിനക്ക് കിട്ടിയ വിജയവും കീർത്തിയും മുൻപരിചയമില്ലാത്ത ഒരുത്തിന് വിട്ടുകൊടുത്തില്ലേ ഗുരു? നിന്റെ രൂപത്തെ എങ്ങനെയാ ഗുരു ഇത്രയും നീചനായ ഒരാൾക്ക് ദൈവം കൊടുത്തത്? സെക്സ് എന്നത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് ബലമായി പിടിച്ചെടുക്കേണ്ടതല്ല, മനസ്സുകൊണ്ട് വിധേയരാവേണ്ടതാണ്. ഒരു പെണ്ണിനെ വെറും മാംസമായി മാത്രം കാണുന്ന ഏതൊരാണിന്റെ പിറവി പോലും സംശയിക്കേണ്ടതാണ് ഗുരു. അല്ല അല്ല, നീ പറഞ്ഞ പോലെ അത്ര തരം താന്നവനല്ല. ഞാൻ ഗുരുവല്ല. ഗുരു, ഗുരു, സോറി വേണ്ട ഗുരു. സോറി. ഗുരു, പണമാണെല്ലാം എന്ന് വിചാരിച്ച് ജീവിച്ചവനാ ഞാൻ. തെറ്റ്. സ്നേഹം ഒരു വലിയ കാര്യമാണ്. മറ്റൊരുത്തിനെ പോലെ അഭിനയിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവിക്കാൻ പാടാണ്. ഇത്രയും കാലം ഞാൻ നിന്നെ പോലെ അഭിനയിച്ചിരുന്നു. ഇനി ഞാൻ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. എന്തെല്ലാം ചെയ്തു, ഇനി ഇതും ചെയ്തൂടെ? ബൈ.